ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഒരു യാത്ര എന്ന് പറയുന്നത് തറവാട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ താത്താൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ, അപ്പം നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ ഞാനും ആശുക്കുട്ടിയും റിസുക്കുട്ടിയും കൂടിയിട്ട് പോവാണ്. അപ്പോൾ ആശുക്കുട്ടീനെ ഇറക്കി വിട്ടോളൂ, അവന് കുടുകുടൂന്ന് അങ്ങോട്ട് ഓടുന്നുണ്ട്, എന്തോ ഒരു ഉത്സാഹത്തിൽ കേട്ടോ. അപ്പം മാമാൻ്റെ മോള് പാലും കൊണ്ട് അവിടെ വാങ്ങാൻ വരുന്ന സമയം നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിന്നെ അവളെ കണ്ടിട്ട് അങ്ങനെ ഒന്നിച്ചാണ് വന്നത്. പിന്നെ ഇതാണ് എൻ്റെ വല്യമ്മ, ഉമ്മാൻ്റെ ഉമ്മ. അപ്പോൾ ഞാൻ പിന്നെ വല്യമ്മാൻ്റെ അപ്പോൾ കുറച്ച് നേരം മുന്നിലിരുന്നിട്ട് പിന്നെ കുറച്ച് അങ്ങനെ കാഴ്ചയൊക്കെ കണ്ട ശേഷം പിന്നെ മാമാൻ്റെ മൂത്താളുമായിട്ട് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ആശുക്കുട്ടി മെല്ലെ അങ്ങോട്ട് സെറ്റായിട്ടേ എന്ന് പോവുള്ളൂ അവൻ്റെ അടുത്തേക്ക്. അപ്പോൾ എൻ്റെ മടിയിലേ ഇരിക്കുകയാണ്. അവർ വന്ന് വിളിക്കും, അവർക്ക് കുട്ടികളെ നല്ല ഇഷ്ടമാണ്, പക്ഷെ ആൾ പോണില്ല, എൻ്റെ മടിയിലിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ച് അങ്ങനെ ഇരുന്നു. റിസുക്കുട്ടി അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് പോണത് കൊണ്ട് പിന്നെ അവൾ നല്ല സെറ്റാണ് അവൻ്റെ അടുത്ത്. പിന്നെ അവരും ഇങ്ങോട്ട് ഇടയ്ക്ക് വരും. അപ്പോൾ ആളവിടെ പോയപ്പോൾ സൂപ്പറായി സെറ്റായി കളിച്ച് രസിക്കുകയാണ്. അപ്പോഴേക്കും ഞങ്ങൾ താഴെ പോയിട്ട് എണ്ണക്കടി വാങ്ങാൻ പോയിട്ട്, അപ്പോൾ അവിടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രഷായി ഞങ്ങൾക്ക് പഴംപൊരി ചുട്ട് തന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ കലക്കിയ വെള്ളം, ചായ വേണ്ടാവുന്നിട്ട് പിന്നെ കലക്കിയ വെള്ളവും പഴംപൊരിയൊക്കെ കൂട്ടി കഴിച്ചു. ആശുക്കുട്ടിയും റിസുക്കുട്ടിയൊക്കെ കഴിച്ചു. ഞങ്ങളൊക്കെ അങ്ങനെ കഴിച്ച് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. ഇനി നിനക്ക് വേണോ? പിന്നെ അങ്ങനെ രണ്ടാളിനെയും താത്താൻ്റെ അവിടെ ആക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ ഇരുന്നിട്ട് പോകാൻ അങ്ങനെ വന്നതാണ്. ഇനി പൊറാട്ട പണിയിലാണ് കേട്ടോ. അപ്പോൾ രാത്രി പൊറാട്ടയാണ്, പിന്നെ കടലക്കറിയും. അപ്പോൾ കുഞ്ഞു ഉണ്ടാക്കുന്നുണ്ട്, പൊറാട്ട ഉണ്ടാക്കുന്നുണ്ട്, ഉമ്മിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കിച്ചണിൽ നിന്ന് വന്ന് ഇരിക്കുകയാണ്. അങ്ങനെ അവരുണ്ടാക്കുമ്പോൾ ഓരോ കഥയും പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഭക്ഷണമൊക്കെ രാത്രിത്തെ കഴിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ വന്നു കേട്ടോ. അളിയൻ വിളിക്കാൻ വന്നു. എന്നിട്ട് ഞങ്ങൾ ഓട്ടോയിൽ അങ്ങോട്ട് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ. ഓക്കെ, ബായ്.